അപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ അറിഞ്ഞിരിക്കണം. ഈ ജോലി ചെയ്യുന്നതും വരുമാനം ഉണ്ടാക്കുന്നതും ഒജീനത്തിന് മാത്രമല്ല, ഒജീനത്തിന് എന്തെല്ലാം വഴിയുണ്ട്. ഒജീനത്തിന് പല വഴിയുണ്ട്. ഇന്നലെ എനിക്ക് നോൽബ് ഇറക്കുമ്പോൾ ആവോലി പൊരിച്ചതായിരുന്നു. വല്ല അധ്വാനം ഉണ്ടായിട്ടാ പോയി? ഒരധ്വാനമില്ല. തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൗൺ നിറയെ അരി ഉണ്ടായിട്ടും കാര്യമില്ല, അന്നും വെള്ളം തൊള്ളയെ കൂടെ കീപ്പട്ടാണ് പോകില്ല. തൗഫീഖാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വരുമാനം ഭക്ഷണം കഴിക്കാനല്ല, വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്ക കൊടുക്കലാണ്. അതിന് നമ്മളെ മുതൽ തന്നെ വേണം, വേറുള്ളവരത് ഉണ്ടായിട്ട് കാര്യമില്ല. പെരയത്തെ ചെലവിന് അക്കരമുള്ളവൻ്റെ പറ്റും, ഇക്കരമുള്ളവൻ്റെ പറ്റും. ആശുപത്രിയത്തെ ചെലവിന് നടുവിലുള്ളവൻ്റെ പറ്റും. സ്വതക്ക കൊടുക്കാൻ നമ്മൾ തന്നെ വേണം. അതുകൊണ്ട് ജോലി ഉള്ളിടത്തോളം കാലം അധ്വാനിക്കണം. കച്ചവടത്തിന് പോകാൻ പറ്റുന്നിടത്തോളം കാലം പോകണം. തൊഴിലെടുക്കാൻ കഴിയുന്ന അത്രയും കാലം തൊഴിലെടുക്കണം, അധ്വാനിക്കണം, പണം ഉണ്ടാവണം, സ്വന്തം പൈസ ഉണ്ടായിരിക്കണം അവനവൻ്റെ അടുത്ത്. സ്വതക്ക കൊടുക്കലാകുന്നു പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗമെന്നത് തിരിച്ചറിയണം. 1.25 ലക്ഷം ഉറുപ്യ ശമ്പളമുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. പെരമ്മലോണുണ്ട്, മരിച്ചപ്പോൾ കടം ബാക്കിയുണ്ട്. എന്തേ ബറക്കത്ത് പോയതിൻ്റെ കാര്യം? സ്വതക്കയില്ലാതെ മുതലിൽ ബർക്കത്ത് ഉണ്ടാവില്ല. 1ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്ക മാത്രമേ ഉള്ളൂ. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു കിട്ടുന്ന ഒറ്റ കാര്യമുള്ളൂ. പലിശ കൊടുത്താൽ പരമാവധി പലിശ 17% കിട്ടുക. പലിശക്കുള്ളപ്പോൾ വലിയ കൊടുക്കാൻ പറ്റിയ കാര്യം. ഇനി 100% കിട്ടിയാൽ 1 ലക്ഷത്തിന് 2 ലക്ഷം ഉണ്ടാവുള്ളൂ, 10 ലക്ഷം ഉണ്ടാവില്ല. സ്വതക്ക കൊടുത്താൽ 1 ലക്ഷത്തിന് 10 ലക്ഷം. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്ന് വഹയിന്റെ ഇൽമാണ്. എന്തേ കിട്ടാത്തത്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹാക്ക് പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതി ഉണ്ട്, നിങ്ങൾ കൊടുന്നു ചോദിച്ചു. അതിന് മൂപ്പര് അങ്ങാടി പോയി മാർക്കറ്റിൽ ഉള്ള പൈസ കൂടി നുള്ളി പെറുക്കിങ്ങാണ്ട് ഒരു ഉറുമാമ്പഴം വാങ്ങിങ്ങാണ്ട് അതിട്ട് ഇങ്ങനെ വരികയാണ്. വഴിയിൽ നിന്ന് ജയിൽ മോചിതനായി നടന്നു വരുന്ന ഒരാളെ കണ്ടു. ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അലിയാരെ കണ്ടപ്പോൾ ചോദിച്ചു, അലിയാരെ തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. അതിൽ മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴം ഉണ്ട്, ഫാത്തിമാക്ക് കൊണ്ടുപോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ഞാനിപ്പോൾ ഇത് കൊണ്ടുപോകണത് ഫാത്തിമാക്ക് കൊണ്ടുപോവുകയാണ്, പക്ഷേ ഫാത്തിമാക്ക് വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാളിപ്പോൾ ഈ ചോദിക്കുന്നത് വിശന്നിട്ടാണ്. വിശപ്പിന് 1ാം സ്ഥാനം കൊടുക്കണോ, പൂതിക്ക് 1ാം സ്ഥാനം കൊടുക്കണോ? കുറേ ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം വിശപ്പിന് 1ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ വിഷമത്തിൽ വീട്ടിൽ ഇങ്ങനെ ചെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, മുഖത്തെന്തോ ഒരു ക്ഷീണുണ്ടല്ലോ, എന്തേ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലായിരുന്നു. എന്തേ പറ്റി ചോദിച്ചു. ഒന്നുമില്ല ഫാത്തിമ, നീ എന്നോടൊരു ഉറുമാമ്പഴം തിന്നാനുള്ള പൂതി പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു. ഭക്ഷണമില്ലാതെ വിഷമിച്ച ഒരാള്. ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് കൊടുത്തു. ഫാത്തിമ, രണ്ടാമതൊന്ന് വാങ്ങാൻ എൻ്റെ അടുക്കൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വലിയ റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് വലിയ വിഷമം ഉണ്ടാകുക, കൊടുത്തതുകൊണ്ട് ഭയങ്കര റാഹത്തായി എന്ന് പറഞ്ഞു. പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട് പെരേക്ക്. ഇവരിങ്ങനെ കയറി വന്ന് മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് കൊടുത്തു. ഇത് അലിയാരെ എങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ് പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ 9 ഉറുമാമ്പഴമുണ്ട്. ഭയങ്കര റാഹത്തായി. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണി 1, 2, 9. അമ്രേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതാവൂലട്ടോ പറഞ്ഞു. അല്ല, നിങ്ങൾക്കുള്ള തന്നെയാണ് പറഞ്ഞു. ഏയ്, ഒരിക്കലും സാധ്യതയില്ല പറഞ്ഞു. അതെന്താ ചോദിച്ചു. ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാന്റെ റസൂലിന് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ എന്ന് പറഞ്ഞു സയ്യിദ്ന അലി ഇബ്നു അബീ ത്വാലിബ്. അതിൽ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു, അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു 10 ഉണ്ട് എടുത്തോളിയായിരുന്നു. 1ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്കയല്ലാതെ വേറൊന്നില്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മുതലാളിയായ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പരിശോധിച്ചോളി. ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ അതിൻ്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ മൊത്തം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുള്ള മുഴുവൻ പൈസക്കാരെയും പരിശോധിച്ചോളി. ഓന് ഓൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ അതിൻ്റെ വാപ്പ അതിൻ്റെ വാപ്പ ഏതെങ്കിലും ഒരു വാപ്പ സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും എന്നതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. കാരണം അത്ര ലാഭം ഉണ്ടാകുന്ന വേറെ കച്ചവടം ദുനിയാവിലില്ല. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര ശമ്പളം ഉണ്ടായാലും എത്ര വരുമാനം ഉണ്ടായാലും വരുമാനത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ സ്വതക്കയുടെ കാര്യത്തിൽ സൂക്ഷ്മത വേണം. ഒരു വിഹിതം എപ്പോഴും സ്വതക്കക്ക് വേണ്ടി മാറ്റിച്ചോക്കി നല്ല ബർക്കത്തേക്കാരം. ഒരു വിഹിതം എപ്പോഴും അത് ദുഃഖത്തിലും സന്തോഷത്തിലും കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ പേരയിൽ ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. മാസം 15 നീർച്ചയ്ക്കുള്ളൊരു പെട്ടി ഉണ്ട് പേരയിൽ വിചാരിച്ചോളൂ. പേരക്കുട്ടി വന്നപ്പോൾ വയറ്റും നോക്കും പനിയാ, വേഗം ഒരു 10 തൊട്ട് എടുത്തുങ്ങാണ്ട് ബദരീങ്ങളെ പെട്ടിയിൽ എൻ്റെ കുട്ടിയുടെ ദണ്ണം മാറട്ടെ ഇട്ടു. ദണ്ണം മാറി. പേരക്കുട്ടി വന്നപ്പോൾ വയറ്റു നോക്കും പനി ഇല്ല, എന്നിട്ടോ അപ്പോഴിടണം. അതാണ് നമുക്ക് നിഖ്മത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർമ്മ വരും, നിഅമത്തിൽ ഓർമ്മ വരൂല. ഇതാണ് നമ്മളൊരു പ്രശ്നം. നിഅമത്തിൽ ഓർമ്മ വരൂല, നിഖ്മത്തിൽ ഓർമ്മ വരും. അതായത് നമ്മളിങ്ങനെ നമുക്ക് വലിയ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി. 1 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട്, 50,000 എല്ലാ മാസവും ചിലവാകും, ബാക്കി 50,000 ഇങ്ങനെ ബാക്കിയാവും. ഒരു 10 മാസം കഴിഞ്ഞാൽ 5 ലക്ഷം റുപ്യ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഹെർണിയ, കൊടലിറക്കം അല്ലെങ്കിൽ ഫിസ്റ്റുല, ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. 4.5 ലക്ഷം റുപ്യാണ് ചിലവായി. എന്ത് പറയും? എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 50,000 എല്ലാ മാസവും ഏറെ തന്നീന്നത് പടച്ചോൻ്റെ വിധിയല്ല കേട്ടോ. ഈ 4.5 ലക്ഷം റുപ്യ ഒന്നിച്ചാണ് ചിലവായത് ആരെ വിധിയായി? പടച്ചോൻ്റെ വിധിയായി മാറി. ഇങ്ങനെയാണ് നമ്മൾ കാഴ്ചപ്പാടുള്ളത്. വണ്ടി തട്ടിയ ഡേറ്റ് ഭയങ്കര ഓർമ്മയ്ക്കാർ, ആ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടാവും. ആ വളവ്, അതാ 3ാമത്തെ വളവ്, അവിടെയാണ് പണ്ട് ഞാൻ വണ്ടിയായിട്ട് പോയപ്പോൾ തട്ടിയത്. വണ്ടി വാങ്ങിയത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. നിഅമത്ത് ഓർമ്മയില്ല, നിഖ്മത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായാൽ എന്തോരു പല്ലുവേദനയാണ്, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ. അല്ലാ എന്തിനാണ് ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത് എന്നായി. 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്ത ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിഅമത്ത് ഓർമ്മയില്ല, നിഖ്മത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം.